ഓർമ്മച്ചിപ്പ് ചെറുകഥ. രചന രമണി പാഞ്ചജന്യ. ശബ്ദം നൽകിയത് മണക്കാട് രഘുനാഥ്. അന്നൊരു ചാറ്റൽ മഴയുള്ള രാത്രിയിൽ കൂരിരുട്ടിനെ മറികടന്ന് നഗരത്തിലെ വഴിയരികിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. റോഡിലെ നീല വെളിച്ചത്തിൽ മഴത്തുള്ളികൾക്ക് നീല നിറം പകർന്നുകൊണ്ട് പെയ്തുകൊണ്ടേയിരുന്നു. തിരക്കിനിടയിലൂടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു യാത്ര എവിടെ ചെന്നാണ് അവസാനിക്കുക അറിയില്ല. പണ്ട് കണ്ട വഴികളും മനുഷ്യരുമെല്ലാം അപരിചിതരായിരിക്കുന്നു. ആളൊഴിഞ്ഞ ഒരു കോണിലെത്തി ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മടക്കി വെച്ച പേപ്പർ തുണ്ടെടുത്ത് നോക്കി. പല പ്രാവശ്യം നോക്കിയ പേപ്പറിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. വിശപ്പിന്റെ കാഠിന്യം അസഹനീയമായി തോന്നി. അടുത്ത് കണ്ട ഒരു തട്ടുകടയിൽ കയറി ദോശയും ചായയും വാങ്ങിക്കഴിച്ചു. അതിനിടയ്ക്ക് പണ്ടത്തെ കോളേജ് ജീവിതവും അതിലെ ചില നല്ല നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നെത്തി നോക്കി. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ. അതിൽ ഏറ്റവും മധുരതരമായി തോന്നിയത് ടീച്ചറുടെ കൂടെയുള്ള ഉച്ചഭക്ഷണം. അവൻ 10-15 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. നന്മയുടെ പര്യായമായിരുന്ന, സ്നേഹത്തിന്റെ നിറകുടമായിരുന്ന ലക്ഷ്മി ടീച്ചർ. പിന്നീട് ഒരിക്കലും കാണാൻ കഴിയാത്ത രൂപം. പിരിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും ഒന്ന് വിളിച്ച് വിവരങ്ങൾ തിരക്കി കുറച്ചു കാലം. പിന്നീട് ഇങ്ങോട്ട് ഒരു വിവരവുമില്ല. വീട് കണ്ടുപിടിക്കാൻ നന്നെ പാടുപെടേണ്ടി വന്നു. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ വന്നും പോയി വരുന്നു. ആ പഴയ ഓർമ്മകൾ എന്റെ ജീവിതത്തിന്റെ ഉത്തേജനമായിരുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു നഗരമായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒറ്റപ്പെട്ടവനെ പോലെ നടന്നു നീങ്ങി. കയ്യിലുണ്ടായിരുന്ന അഡ്രസ് കാണിച്ചു കൊടുത്തു. കയറിക്കോളൂ, ഡ്രൈവർ പറഞ്ഞു. വളവും തിരിവും കഴിഞ്ഞ് കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ ഗേറ്റിനടുത്തായി വണ്ടി ചെന്നു നിന്നു. അയാൾ അതിൽ നിന്നിറങ്ങി ഡ്രൈവർക്ക് പണം കൊടുത്തു. അടച്ചിട്ട ആ വലിയ ഗേറ്റ് പതുക്കെ തള്ളി തുറന്നു. പൂച്ചെടികളാൽ അലങ്കൃതമായ വിശാലമായ മുറ്റം, നടുക്കായി താമരപ്പൊയ്ക, അതിനടുത്തായി ചെടി നനയ്ക്കാൻ പാത്രത്തിൽ വെള്ളവുമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമ. അതിലൂടെ നടന്ന് വീടിനടുത്തെത്തി. വലിയ ഒരു പരിഷ്കാരമുള്ള വീട്. ആരുമില്ലാത്ത പോലെ തോന്നി. ഒരനക്കവുമില്ലായിരുന്നു. ചുവരിൽ കണ്ട ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. കുറച്ചു കഴിഞ്ഞ് ഒരു പ്രായമുള്ള ആൾ വന്ന് വാതിൽ തുറന്നു. ആരാ, എവിടുന്നാ എന്ന് ചോദിച്ചു. എനിക്ക് ടീച്ചറെ ഒന്ന് കാണണം. ആര് വന്നു എന്ന് പറയണം. അകത്തേക്ക് വരൂ, ഇവിടെ ഇരിക്കാം. സ്വീകരണ മുറിയിൽ ഇരിക്കാൻ പറഞ്ഞു. നന്ദൻ വന്നു എന്ന് പറയണം. അയാൾ അകത്തേക്ക് പോയി. അവൻ അവിടെ മാകെ നോക്കിക്കൊണ്ടിരുന്നു. ഒരുപാട് സൗകര്യമുള്ള വീട്. എണീറ്റ് എല്ലാം ഒന്ന് നോക്കി കാണുകയായിരുന്നു. ഷോക്കേസിൽ വെച്ച കുറെ കൗതുക വസ്തുക്കൾ. അതിനിടയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു. അവനും ടീച്ചറും പണ്ടെടുത്ത ഒരു ഫോട്ടോ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. എന്റെ പ്രിയപ്പെട്ട ടീച്ചർ എന്ത് സുന്ദരിയായിരിക്കുന്ന ഫോട്ടോയിൽ. സന്തോഷം തോന്നി. പിന്നിൽ അനക്കം കേട്ട് നോക്കിയപ്പോ നേരത്തെ കണ്ട മനുഷ്യൻ ഒരു വീൽ ചെയറുമായി പിന്നിൽ വന്നു. അതിലിരിക്കുന്ന ടീച്ചറെ കണ്ട് ഞാൻ ഒരു നിമിഷം സ്തബ്ധനായി. ടീച്ചർക്ക് എന്താ പറ്റിയത് എന്നോർത്ത് ഞാൻ വിഷമിച്ചു. എന്ത് പറയണമെന്നോ എന്ന് എനിക്കറിയില്ല. ടീച്ചറുടെ നാവിൽ നിന്നും മുറിഞ്ഞ വാക്കുകൾ പുറത്തു വന്നു. ഞാൻ നന്ദൻ. അത് പറഞ്ഞതും ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ടീച്ചറെ കൊണ്ടുവന്ന ആൾ അകത്തേക്ക് പോയി. ഞാൻ സാവകാശം ടീച്ചറുടെ അടുത്തേക്ക് നീങ്ങി. കെട്ടിപ്പിടിച്ച് കരയാൻ എന്റെ കൈകൾക്ക് ശക്തിയില്ലാതായി. ടീച്ചർക്ക് എന്താ പറ്റിയത്? എല്ലാം പറയാം. നന്ദൻ കോളേജ് വിട്ട് പോയതിനു ശേഷം എനിക്കും വല്ലാത്ത വിഷമമായിരുന്നു. കുറെ നാളുകൾ ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ മറ്റൊന്നും അറിയില്ല. പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നു. ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് വിപരീതമായ ഒരു ബന്ധം.
ആ ജീവിതം 2 വർഷം നീണ്ടു. അങ്ങനെ ഒരു കാർ അപകടത്തിൽ അയാൾ മരിച്ചു. ഞാൻ ഈ സ്ഥിതിയിലുമായി. എല്ലാ വിഷമത്തിനിടയിലും ഞാൻ നിന്നെ ഓർക്കാറുണ്ടായിരുന്നു, എൻ്റെ കൈ പിടിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ. പക്ഷേ ഒരു വിവരവുമില്ല. നീ ഒരു കുടുംബസ്ഥനായി സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കുമെന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. ഇന്ന് നിന്നെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിന്നെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പറയൂ വിശേഷങ്ങൾ. ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അടുത്തേക്ക് ചെന്ന് അവിടെ നരച്ചു തുടങ്ങിയ മുടിയിൽ പതുക്കെ തലോടി. ഒന്നും ഓർത്ത് സങ്കടപ്പെടരുത്, എല്ലാം കഴിഞ്ഞില്ലേ. നീയും കുടുംബവും ഇപ്പോൾ എവിടെയാ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അമ്മ മരിച്ചു. ടീച്ചറുടെ കൂടെ നിൽക്കുന്നതാരാ? എൻ്റെ അമ്മാവനാണ്. പുള്ളിക്കാരനും വീട്ടിൽ പോകാൻ തിടുക്കമുണ്ട്. ഒരാളെ ജോലിക്ക് തിരക്കിയിട്ട് കിട്ടുന്നുമില്ല. അതിന്റെ പ്രയാസത്തിലാണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ കഴിഞ്ഞുകൂടെ? എന്താ, സമ്മതമല്ലേ? ഇനി എന്നെ വിട്ടു പോകരുത്. എനിക്ക് ആരുമില്ല, നീയല്ലാതെ. ടീച്ചർ വിഷമിക്കരുത്. ഇനി ഞാൻ വിട്ടുപോയില്ല. ഇനി അങ്ങോട്ട് ടീച്ചർക്ക് സന്തോഷം മാത്രമുള്ള നാളുകളായിരിക്കും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴേക്കും ചായയുമായി അമ്മാവനടുത്തെത്തി. രണ്ടുപേരുടെയും മനസ്സിലുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എനിക്കൊരാളായി പണ്ടത്തെ പോലെ ഭക്ഷണം വാരിത്തരാനും കഥ പറഞ്ഞ് പാട്ടുപാടിയും നമുക്ക് ഒരുമിച്ച് കഴിയാം.